ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പം ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സാധനം. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഇതിന് വലിയ ക്യൂട്ട്നെസ് ഒന്നും ഇല്ല കേട്ടോ. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മോള് ഞാൻ മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡെലിവറി കഴിഞ്ഞപ്പം മോൾക്ക് പാല് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാല് കൊടുക്കരുതെന്നായിരുന്നു. കാരണം എൻ്റെ ഹാർട്ടിനായിരുന്നു അന്ന് പ്രോബ്ലം വന്നത്. ഹാർട്ടിൻ്റെ പമ്പിങ് ഇല്ലാതാവുകയാണ് ചെയ്തത്. ഒരു 90% പമ്പിങ് നഷ്ടപ്പെട്ടിരുന്നു. ബാക്കി ഒരു 10% പേരിലായിരുന്നു ഞാൻ ജീവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് പിന്നെ പെരിന്തൽമണ്ണ മാലാപറമ്പ് MES ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കോഴിക്കോട് മിംസിലേക്ക് കൊണ്ടുപോയത്. ആ ഒരു പ്രതീക്ഷയുടെ ഫലത്തിൽ. അതുകൊണ്ട് തന്നെ പാല് കൊടുക്കാൻ മോൾക്ക് പറ്റിയിരുന്നില്ല. അപ്പം ഈ സാധനത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ മോൾക്ക് പാല് കൊടുത്തിരുന്നത്. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഞാൻ അറിഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ കോഴിക്കോട് മിംസിലെത്തി ഒരു 7-8 ദിവസം അവിടുന്ന് ICUയിൽ നിന്ന് എനിക്ക് ഒരു ചെറിയ മാറ്റം കണ്ടതിന് ശേഷമാണ് എന്നെ റൂമിലേക്ക് മാറ്റിയത്. ആ റൂമിലേക്ക് മാറ്റിയപ്പോഴാണ് ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് പാല് കൊടുക്കുന്നതെന്ന് കണ്ടത്. എനിക്ക് മൂത്ത 2 ആമക്കളാണ്. മൂന്നാമത്തതായിരുന്നു എൻ്റെ മോളുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പാല് കൊടുക്കുന്നത് ഇതിലാണെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഒരു മോളെ നോക്കുന്ന ഒരു പീഡിയാട്രിക്ക് വന്നിട്ട് പറഞ്ഞു, മോൾക്ക് ഇനി തീരെ പാല് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഹാർട്ടിന് കംപ്ലൈൻറ്റ് വന്നതല്ലേ. ഹാർട്ട് ഇങ്ങനെ പാല് വലിച്ച് കുടിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ